ഹലോ ഫ്രണ്ട്സ്. ഇപ്പോൾ ഒത്തിരി കുട്ടികളുടെ ഒരു ഡൗട്ടാണ് +2 കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് BSc നഴ്സിംഗിന് അഡ്മിഷൻ നേടുക എന്നുള്ളത്. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നൊരു ചോദ്യമാണ് കേരളത്തിൽ കിട്ടാൻ എത്ര മാർക്ക് വേണം എന്നുള്ളത്. ഒത്തിരി കുട്ടികൾ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് കേരളത്തിൽ BSc നഴ്സിംഗിന് അഡ്മിഷൻ കിട്ടുന്നത് ബേസ്ഡ് ഓൺ മാർക്കാണ്. പ്യുവർലി നമ്മുടെ മാർക്ക് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമുക്ക് എപ്പോഴും അഡ്മിഷൻ കിട്ടുന്നത്. +1 ഓൾമോസ്റ്റ് ഒരു 90 above% മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ടോട്ടൽ +1 +2 കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 90 above നമുക്ക് മാർക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ടൊരു 95 അല്ലെങ്കിൽ 95 above മാർക്ക് ഉണ്ടെങ്കിലേ നമുക്ക് കേരളത്തിൽ നമുക്ക് അഡ്മിഷൻ കിട്ടുള്ളൂ. അതെങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ LBS ത്രൂ ആണ്. നമ്മൾ അക്ഷയയിൽ പോയിട്ട് LBS ത്രൂ ആണ് നമ്മൾ കേരളത്തിൽ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അത് നമുക്ക് അലോട്ട്മെൻറ്റ് സിസ്റ്റം വഴിയാണ് നമുക്കിതിന് അഡ്മിഷൻ കിട്ടുന്നത്. അതായത് പ്യുവർലി നമുക്ക് മാർക്കിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ +1 +2 കൂടി രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് ഒരു 90 above അല്ലെങ്കിൽ 95 ഒരു ഓൾമോസ്റ്റ് ആ ഒരു റേഞ്ച് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മെറിറ്റ് അടിസ്ഥാനത്തിൽ നമുക്ക് കേരളത്തിൽ അഡ്മിഷൻ കിട്ടുന്നുള്ളൂ. അപ്പോൾ അതിൽ ഏകദേശം നമുക്ക് റിസൾട്ട് മെയ് വന്നു കഴിഞ്ഞാൽ മെയ് മാസം കഴിഞ്ഞിട്ടാണ് ജൂണൊക്കെ ആകുമ്പോഴാണ് LBS ത്രൂ അപ്ലൈ ചെയ്യുന്ന ടൈം ആവുന്നത്. അതിൻ്റെ റിസൾട്ട് നമുക്കൊരു ഓൾമോസ്റ്റ് ഒരു സെപ്റ്റംബർ ഒക്ടോബർ ആ സമയത്താണ് നമുക്ക് അറിയുന്നത്. ഇപ്പോൾ ഒരു +1 ഒരു 90 above മാർക്കില്ലാത്ത കുട്ടികളൊക്കെ അതർ സ്റ്റേറ്റുകളിൽ അഡ്മിഷൻ ഒന്ന് സേഫ് ആക്കിയിടുന്നത് ഏറ്റവും ബെറ്റർ ആണ്. അപ്പോൾ നമുക്ക് ഈ മാർക്ക് കുറവുള്ള കുട്ടികൾക്ക് ഏറ്റവും നല്ലൊരു മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് BSc നഴ്സിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ അതർ സ്റ്റേറ്റുകൾ അതായത് കർണാടക, തമിഴ്നാട് സ്റ്റേറ്റുകളിലൊക്കെ നല്ല കോളേജുകളിൽ നോക്കിയിട്ട് ഏറ്റവും നേരത്തെ ബുക്ക് ചെയ്ത് വെക്കുന്നത് ഏറ്റവും നല്ലതാണ്. എല്ലാ കോളേജുകളും ഓൾമോസ്റ്റ് ഡിസംബർ ഓൺവേർഡ്സ് മുതൽ നമുക്ക് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല കോളേജുകൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. മെഡിക്കൽ കോളേജ് മുതൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ വരെയുള്ള കോളേജൊക്കെ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള കോളേജ് വേണം ഡിപ്പെൻസ് എപ്പോഴും നിങ്ങളുടെ കോളേജ് ചൂസ് ചെയ്യുന്നതനുസരിച്ചാണ് നമുക്ക് ഫീസും കാര്യങ്ങളൊക്കെ വരുന്നത്. റിസൾട്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴും ഫീസിൽ നല്ലൊരു വേരിയേഷൻ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും നേരത്തെ ബുക്ക് ചെയ്തിടുന്നത് നല്ലതാണ്. ഇപ്പോൾ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാതെ ഓൾമോസ്റ്റ് ഒരു 90 above മാർക്ക് ഉണ്ടെങ്കിൽ +1 മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെയാണ് നമുക്ക് കേരളത്തിൽ അഡ്മിഷൻ നമുക്ക് കിട്ടുന്നത്. ഇനി പല കുട്ടികളുടെയും ഒരു ധാരണ നീറ്റ് എക്സാം വഴിയാണ് നമുക്ക് BSc നഴ്സിംഗിന് അഡ്മിഷൻ കിട്ടുക എന്നുള്ളത്. ഒത്തിരി പേര് ഡൗട്ട് ചോദിക്കാറുണ്ട്, നീറ്റ് എക്സാമിനൊക്കെ അപ്ലൈ ചെയ്യാറുണ്ട്. അപ്പോൾ നീറ്റ് ഓൺലി ഫോർ MBBS ആണ്. നമുക്ക് MBBSന് അഡ്മിഷൻ എടുക്കാൻ മാത്രമാണ് നമുക്ക് നീറ്റ് എന്നുള്ള എൻട്രൻസ് എക്സാം ആവശ്യം. BSc നഴ്സിംഗ് നീറ്റുമായിട്ട് നിലവിലൊരു ബന്ധവും ഇല്ല. നമ്മുടെ കേരളത്തിൽ നിലവിൽ BSc നഴ്സിംഗിന് ഒരു എൻട്രൻസും ഇതുവരെ വന്നിട്ടില്ല. ഇപ്പം നമുക്ക് നിലവിൽ കർണാടക സ്റ്റേറ്റിലാണ് എൻട്രൻസ് എക്സാം വന്നത്. KEA കർണാടക എൻട്രൻസ് അതോറിറ്റി CET എക്സാം നിലവിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊരു 3 വർഷമായിട്ടുണ്ട് അവർ കൊണ്ടുവന്നിട്ട്. നിലവിൽ നമുക്ക് കേരളത്തിലും തമിഴ്നാടും BSc നഴ്സിംഗിന് എൻട്രൻസ് ഇതുവരെ വന്നിട്ടില്ല. അത് ഡിപ്പെൻസ് ഓൺ മാർക്കാണ്. +2 മാർക്കിനെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രമാണ് നിങ്ങൾക്ക് BSc നഴ്സിംഗിന് അഡ്മിഷൻ കിട്ടുന്നത്. നമുക്ക് കേരളത്തിൽ മൊത്തമുള്ളത് 5000 സീറ്റ് ആണുള്ളത്. അതിൽ തന്നെ മെറിറ്റ് സീറ്റിൽ 1000-ൽ ചുവടെയാണ് നമുക്ക് മെറിറ്റ് സീറ്റ് ഉള്ളൂ. അപ്പോൾ ഈ മെറിറ്റ് സീറ്റിൽ വേണം ഇത്രയും കുട്ടികൾക്ക്, അതായത് നമുക്ക് കേരളം മൊത്തം ഉള്ള കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ ആകെ 1000-ൽ ചുവടെയാണ് നമുക്ക് മെറിറ്റ് സീറ്റ് നമുക്ക് അലോ ചെയ്തിട്ടുള്ളൂ. കേരളത്തിൽ അതിലുള്ള ഫെസിലിറ്റി കുറവാണ് നമ്മുടെ ഹോസ്പിറ്റൽസും കാര്യങ്ങളൊക്കെ. അതുകൊണ്ടാണ് ഇത്രയും മാർക്ക് ഉണ്ടെങ്കിൽ നമുക്കിവിടെ കിട്ടുള്ളൂ എന്ന് പറയാൻ കാരണം. ഓൾമോസ്റ്റ് ഒരു 1000-ൽ താഴെയാണ് ഞാൻ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. അതുപോലെ തന്നെ കാസ്റ്റ് ഒരു മെയിൻ ഘടകമാണ്. നമുക്ക് ജനറൽ കാറ്റഗറിക്ക് ഒരു 97-98% ഒക്കെ മാർക്ക് വേണം. ഒരു OBC കാറ്റഗറിക്ക് ആണെങ്കിൽ 95 ഒക്കെ നമുക്ക് കയറി പോകാവുന്നതാണ്. പിന്നെ SC ST ആണെങ്കിൽ 90-93. അപ്പോൾ ഇതിൽ താഴെയുള്ള മാർക്കുള്ള കുട്ടികൾ വെയിറ്റ് ചെയ്തിട്ടും വലിയ കാര്യമില്ല. കാരണം ഇത്രയും കാലം അങ്ങനെ ആയിരുന്നു. കാരണം അത്രയും കുട്ടികൾ ഈ സയൻസ് എടുത്ത കുട്ടികൾ BSc നഴ്സിംഗ് മേഖലയിലേക്ക് പോകുന്നുണ്ട്. ഈ BSc നഴ്സിംഗ് അല്ലാത്ത ഒരുപാട് പാരാമെഡിക്കൽ കോഴ്സസ് ഒക്കെ അവൈലബിൾ ആണ്. അതും നമ്മുടെ കേരളത്തിൽ അവൈലബിൾ ആയിട്ട് വരുന്നത് നമുക്ക് BSc MLT അതുപോലെ ഒപ്റ്റോമെട്രി മാത്രമാണ്. അതുപോലെ BSc OTAT നിലവിൽ 2 കോളേജുകൾ കേരളത്തിൽ വന്നിട്ടുണ്ട്. മറ്റുള്ള കോഴ്സുകളൊക്കെ ഡിപ്ലോമ ആയിട്ടാണ് വരുന്നത്. ബാക്കിയുള്ള കോഴ്സുകളൊക്കെ BSc കോഴ്സുകളായിട്ട് വരുന്നത് നമ്മുടെ കേരളത്തിന് പുറത്താണ് വരുന്നത്. അതുകൊണ്ട് തന്നെ BSc നഴ്സിംഗ് ഇത്രയും ഡിമാൻഡായിട്ട് വരുന്നത്. ഒത്തിരി പിള്ളേർ ചൂസ് ചെയ്യുന്നതാണ്. നല്ലൊരു കരിയറാണ്. കുട്ടികൾക്ക് ഏറ്റവും സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് ഭാവി സുരക്ഷിതമാക്കാൻ പറ്റിയൊരു കരിയറാണ് നമ്മുടെ BSc നഴ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ BSc നഴ്സിംഗിന് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ
നിങ്ങളുടെ മാർക്ക് നോക്കിയിട്ട് നിങ്ങൾ നല്ലൊരു തീരുമാനത്തിലെത്തുന്നതാണ് ഏറ്റവും ബെറ്റർ. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. അത് നമ്മളത് കൺസൾട്ട് ചെയ്യുന്നതാണ്.